ആവശ്യത്തിൽ തൃശൂർ എം.എൽ.എ. ബാലചന്ദ്രനോട് വിശദീകരണം തേടി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ച എം.എൽ.എക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സിപിഐ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ എം.എൽ.എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതുകൊണ്ടായിരിക്കുമല്ലേ ഈ നേരിട്ടെത്തി ജില്ലാ എക്സിക്യൂട്ടീവിൽ വിശദീകരണം നൽകാനുള്ള നിർദ്ദേശം ഉണ്ടായത്? എങ്ങനെ നോക്കിക്കാണണം? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടു തന്നെയാണ് സിപിഐയുടെ നീക്കം. പി ബാലചന്ദ്രനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് തൃശൂർ ജില്ലയിൽ അടക്കം നടന്നത്. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ എം.എൽ.എക്കെതിരെ പരാതിയും നൽകിയിരുന്നു. തുടർന്നാണ് ഇത് സിപിഐയുടെ ഭാഗത്തു നിന്നും എം.എൽ.എ തള്ളി ഒരു പരാമർശം ഉണ്ടായത്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതിനുശേഷം ഇനി വരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് എം.എൽ.എക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം കേട്ടതിന് ശേഷമാകും സിപിഐയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാക്കുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ നിരവധി തവണ പ്രതിഷേധം നടത്തിയിരുന്നു. അതോടൊപ്പം ബിജെപിയും എം.എൽ.എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അവർക്ക് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുള്ള ഈ എം.എൽ.എ രാജിവെക്കണമെന്ന് തന്നെയാണ്. ആ രാജി ചോദിച്ചു വാങ്ങണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടി എം.എൽ.എക്കെതിരെ ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു എം.എൽ.എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിങ്കളാഴ്ച രാത്രിയിലാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഒക്കെ മോശമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ട്, ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം ജനങ്ങൾ അതിൽ പ്രതികരിച്ചപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുകയുണ്ടായി. തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ പിറ്റേ ദിവസം ഖേദപ്രകടനം ഫേസ്ബുക്കിലൂടെ തന്നെ നടത്തുകയുണ്ടായി. എന്തായാലും ഇത്രയൊക്കെ ആത്മാർത്ഥതയില്ലാത്ത ഒരു ഖേദപ്രകടനമായിരുന്നു നടത്തിയിട്ടുള്ളത്. അതിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള നടപടി എം.എൽ.എക്കെതിരെ വേണമെന്ന് തന്നെയാണ് ആവശ്യമുയർന്നത്. ബിജെപി ജില്ലാ പ്രസിഡന്റ് അടക്കം ഈ എം.എൽ.എ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ശക്തമായിട്ട് തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സിപിഐയുടെ ഭാഗത്തു നിന്നും ഈ എം.എൽ.എ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പരാമർശമുണ്ടായതും ഇനി ഈ വരുന്ന എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതും. എന്തായാലും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ ഹൈന്ദവ വിരുദ്ധ പ്രചാരണവുമായി നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ മുറിവുകൾ ഇല്ലാതാകുന്നില്ല. കാരണം ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കില്ല എന്ന പരസ്യമായ നിലപാടെടുത്തുറങ്ങിയ ഹൈന്ദവ വികാരങ്ങളെ തുടർച്ചയായി വ്രണപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അത് മറ്റു സമൂഹങ്ങളോട്, മറ്റ് മതക്കാരോട് ചെയ്യാൻ ധൈര്യപ്പെടുമോ എന്നൊക്കെയാണ് സമൂഹത്തിൽ ഉയരുന്ന ചർച്ചകൾ. അതുതന്നെയാണ് ഈ പാർട്ടി എത്രത്തോളം പ്രതിരോധത്തിലാക്കിയതും. ഇനി ഒരുപക്ഷെ ഈ ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നുള്ളതാണല്ലോ. പാർട്ടി ഇനി എന്ത് നിലപാടെടുത്ത് തൽക്കാലത്തേക്ക് ബാലചന്ദ്രൻ രക്ഷപ്പെട്ടാൽ പോലും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഈ വികാരം വ്രണപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിനൊരു മാപ്പ് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, നിയമ നടപടികളും പുരോഗമിക്കുന്നുണ്ടല്ലോ. അതുകൂടി എം.എൽ.എ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും നിരവധി രാമഭക്തരെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു എം.എൽ.എയുടെ ഈ പരാമർശം. അതിനുശേഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകുമെന്ന് കണ്ടുകൊണ്ട് സിപിഐ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്താലും ഇല്ലെങ്കിലും നിയമ നടപടിയുമായി ഭക്തജന സമൂഹം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയെ ഇത് സംബന്ധിച്ച് ഇക്കാര്യം പരാതിയായി നൽകുവാനും അതോടൊപ്പം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൽകിയിട്ടുള്ള പരാതിയിലും കൃത്യമായുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് ആവശ്യമുയർന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ വിരുദ്ധ പരാമർശവുമായി ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ പി ബാലചന്ദ്രൻ തന്നെയാണ് നിയമസഭയിൽ മുൻപ് മറ്റു മതങ്ങളെയൊക്കെ വളരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയിട്ടുള്ളത്. അതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഹിന്ദു ആചാരങ്ങളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ, തരംതാണ രീതിയിൽ ഈ ചിത്രീകരിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെ ഒരു കഥ താൻ എഴുതിയതാണ് എന്നുള്ള നിലപാടിലായിരുന്നു പി ബാലചന്ദ്രൻ. എന്നിരുന്നാലും ഭക്തജന സമൂഹം പ്രതിഷേധമുയർത്തിയതിൽ ഇപ്പോൾ കുരുങ്ങി നിൽക്കുകയാണ് പി ബാലചന്ദ്രൻ. ഇനി പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുള്ള നടപടി സ്വീകരിക്കേണ്ടി വരുമോ അത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമ നടപടികളിലും പി ബാലചന്ദ്രന് കുരുക്ക് വീണിരിക്കുകയാണ്. ലക്ഷ്മി, മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.